ലാസ്റ്റ് മിനിറ്റ് പർച്ചേസസ് നമ്മുടെ 11th hour കക്ഷികൾ കുറച്ച് പേര് എന്തായാലും കാണുമ്പോൾ അവർക്ക് ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ഓണത്തിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഈ ഒരു ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കേരള കോട്ടൺ സാരിയാണ്. പവർലൂമിൽ ചെയ്തേക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. 1299 റേഞ്ചിൽ നമുക്ക് നല്ല രസമുള്ള ഒരു ഫ്ലോറൽ ലുക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3 കളർ പാലറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ലാവൻഡർ വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് പ്രിട്ടി യെല്ലോ ഷെയ്ഡ് ആസ് വെൽ. നല്ല രസമുള്ള ഒരു കളറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്ക് ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് വെച്ചാണ് കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ നമ്മൾക്ക് അവിടെ വന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചിങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുപ്പിച്ചതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ല, കുറച്ചിങ്ങ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു നെക്സ്റ്റ് കളറ് വരുന്നത്. നമുക്ക് അപർണ കൊടുത്ത പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് സാമ്പിൾ വന്നപ്പോഴത്തേക്ക്. സോ ദിസ് ഇസ് വൺ ബ്യൂട്ടിഫുൾ ലുക്ക്. 1299 പവർലൂം ബേസ്ഡ് ആയിട്ട് ശരിക്കും ഒരു ഹാൻഡ് പെയിൻറ്റഡ് ഫീലിൽ വന്നിരിക്കുന്ന സാരീസാണ് കേട്ടോ. വളരെ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന കോട്ടൺ സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ പല്ലു വന്നിട്ട് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് അവിടെ ക്രൗഡഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ ലെയറിലാണ് ഒരുപാട് പേര് സാരി എടുക്കുന്നത്. ആൻഡ് ബ്ലൗസിന് വേണ്ടിയിട്ടും ഈ ഒരു കുഞ്ഞു പൂവിൻ്റെ മോട്ടീഫ് ലുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ലുക്കാണ്. ഒരു പീച്ചി ഓറഞ്ച്, യെല്ലോ കണ്ടു പീച്ചി ഓറഞ്ചായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഓണത്തിന് മുന്നേ പെട്ടെന്ന് കുറച്ച് അർജൻറ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാരീസൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ പർച്ചേസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടത്തേക്കോ ഇതേപോലുള്ള കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് വുഡൻ ആക്ച്വലി ലുക്ക് ഗോഡ്. ഓർ നമുക്കിതിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ പീച്ചിൻ്റെ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് മിനിറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. BLD 448 എന്ന കോഡിൽ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് 1299 റേഞ്ചിൽ വന്നിരിക്കുന്ന 3 കളേഴ്സിൽ വരുന്ന ബ്യൂട്ടിഫുൾ സാരി. അതിൻ്റെ സ്കാറ്റേഡ് ആയിട്ട് നല്ലൊരു പ്ലേസ്മെൻറ്റിലും വന്നിരിക്കുന്നത്. നമുക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ പൂക്കൾ ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ഒരുപാട് ഓവർ ക്രൗഡഡ് ഒന്നും അല്ലാണ്ട് വരുന്നുമുണ്ട്. പ്യുവർ കോട്ടൺ സാരീസ് ആൻഡ് പവർലൂം ബേസിലാണ് വന്നിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. ബ്യൂട്ടിഫുൾ സെമി സിൽക്ക് സാരി. ആൻഡ് ഇത് നമുക്ക് എപ്പോഴും കാണുന്നതിനെക്കാട്ടിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബനാറസി സ്റ്റൈലിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എപ്പോഴും കാണുന്നത് കാഞ്ചീപുരത്തിൻ്റെയോ സോഫ്റ്റ് സിൽക്കിൻ്റെയോ സ്റ്റൈലിലാണ്. ആൻഡ് ദിസ് കംസ് ഇൻ 5 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആൻഡ് ഇറ്റ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. പിങ്ക് ആൻഡ് ഗോൾഡൻ ജെറിയിലാണ് ഇന്നത്തെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കത്താൻ സിൽക്കിൻ്റെ അകത്തൊക്കെ കാണുന്ന ഒരു സ്റ്റൈൽ. ഇതിൻ്റെ ആക്ച്വലി പ്യുവറിൽ നമ്മൾക്ക് ഒരു ഓർഗൻസയിലും ഇതിൻ്റെ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10 to 11 റേഞ്ചിലൊക്കെ വരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. ആൻഡ് അതേ ഒരു ഭംഗിയിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. എല്ലാ കളേഴ്സും അടിപൊളിയാണ്. അപ്പോൾ എല്ലാം വെയിറ്റ് ചെയ്യുക, നമുക്ക് ഈ വീഡിയോയിലെല്ലാം കാണാം. ആൻഡ് ഇതിൻ്റെ അകത്ത് നമുക്ക് പവർലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. അതിൻ്റെ ഇൻസൈഡ് പോർഷനൊക്കെ നമുക്ക് ആ ഒരു കട്ട് രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ നീറ്റ്ലി ഡൺ ആണ് എല്ലാം. ആൻഡ് കുഞ്ഞായിട്ട് വന്നിരിക്കുന്ന ഒരു സെറി ബോർഡർ ആൻഡ് എ ഗ്രാൻഡ് ബ്യൂട്ടിഫുൾ പല്ലു. നമ്മൾ 1 ലെയറിലൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ചുറ്റിയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. സാരി ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം. സാരി ഇച്ചിരി താന്നും പോയതുകൊണ്ട് താഴെ കുറച്ച് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്ലീറ്റ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ദിസ് ഇസ് വൺ ലുക്ക്. ഇറ്റ്സ് നേവി ബ്ലൂ മറൂൺ ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എ ഗ്യാരണ്ടി ദാറ്റ് ഓൾ ദി ഇന്ത്യൻ സ്കിൻ വിൽ ലുക്ക് ഗുഡ് ഇൻ ദിസ്. പിന്നെ ചിലരുടെ ഒരു പ്രിഫറൻസിൽ ഡാർക്ക് ടോൺ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്തും ആ ഒരു പിങ്കും ഗോൾഡുമായിട്ടുള്ള ഒരു സെറി കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ഫ്ലോറൽ ആൻഡ് ജോമെട്രി കോമ്പിനേഷൻ. ഈ ഒരു പോർഷനിൽ വരുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസിൽ ആക്ച്വലി വീവ് ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ ബോർഡറാണ് കേട്ടോ, സോളിഡായിട്ട് വന്നിട്ട് ബോർഡറിൽ മാത്രം ഈ ഒരു ഡീറ്റെയിലിംഗ്, കുഞ്ഞ് പേസ്ട്രി ഡീറ്റെയിലിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പേർപ്പിൾ ഷെയ്ഡും ഇതേപോലെ തന്നെ ഭയങ്കര ഭംഗിയിലാണ് വരുന്നത്. ഈ ഒരു കളർ നമുക്ക് സെമി സിൽക്ക് കോമ്പിനേഷൻസിൻ്റെ അത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്, പക്ഷേ ഈ ഒരു സ്റ്റൈലിൻ്റെ അകത്ത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ആൻഡ് പല്ലു, ആൻഡ് ഇത് പല്ലുവിൻ്റെ എഡ്ജൊക്കെ ട്വിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തേക്കുന്ന ടാസൽസ് ആണ്. സെൽഫ് ടാസൽസ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. എല്ലാ ഷെയ്ഡിൻ്റെ അകത്തും നമുക്ക് നല്ല ബോൾഡായിട്ട് ആ ഒരു ബോർഡർ ഡീറ്റെയിലിങ് വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇസ് എവ്രിബഡീസ് ഫേവറേറ്റ് പാർട്ടി വെയർസിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ലുക്ക് വേറെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന കളറ് ബ്ലാക്ക് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ബ്ലാക്കിൻ്റെ അകത്ത് ഈ ഒരു പിങ്ക് സെറിയും ഗോൾഡും നല്ല ഡെഫൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. ഈവൻ ബ്ലൂവിൻ്റെ അകത്തും അതുപോലെ തന്നെയാണ്, പക്ഷെ എന്നാലും ബ്ലാക്കിനൊരു വേറെ ഒരു ഭംഗിയാണല്ലേ. അപ്പം KF 165 എന്ന കോഡിൽ 1999 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഈ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.
And for the last shade, all the people who love a subtle look. പിങ്ക് ഷെയ്ഡിൻ്റെ അകത്ത് ഭയങ്കര സട്ടിലായിട്ടുള്ള കോമ്പിനേഷനാണ്. ദ പാറ്റേൺസ് ഡസൻറ്റ് സ്റ്റാൻഡ് ഔട്ട് ടു മച്ച്. അതൊരു എലഗൻ്റ്ലി ഗ്രേസ്ഫുള്ളി ഒരു സട്ടിൽനെസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. വെയിറ്റ് ഒക്കെ ഒരു മീഡിയം വെയിറ്റിൽ വരുന്ന സാരീസാണ്. ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം, ഉടഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല. അപ്പം ബഡ്ജറ്റ് റേഞ്ചിൽ ഫോർ യുവർ നെക്സ്റ്റ് വെഡിങ് ലുക്ക് ഡെഫിനറ്റ്ലി ഹാവ് എൻ ഐ ഓൺ ദിസ്. ഒരു പാർട്ടി വെയർ ലുക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൻ്റെ അകത്ത് ഡോള സെറ്റ് മെറ്റീരിയലിൽ നല്ല രസമുള്ളൊരു ഹെവി എംബ്രോയിഡറി പാറ്റേൺ. പക്ഷേ ഇത് കാണുന്ന അത്ര പ്രൈസ് റേഞ്ച് ഒന്നും ഇതിനകത്ത് വരില്ല കേട്ടോ. ദിസ് ഇസ് ഓൺലി 3499 ആൻഡ് ഭയങ്കര രസമുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് അതിൻ്റെ ഒരു ബോർഡേഴ്സൊക്കെ ചെയ്ത് വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൻ്റെയും പിന്നെ വേറെ ഡിഫറെൻറ്റ് സ്റ്റിച്ചസിൻ്റെയൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നല്ല ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ ആണ്. നല്ല ഒതുക്കി നല്ല സ്റ്റൈലായിട്ട് നല്ല കർവിയും ഫിഗറിയും ഒക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റുന്ന സാരിയാണ്. ആൻഡ് ലോ പോർഷനിലൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുത്ത് നല്ല ഒതുക്കി ഇടാനും പറ്റും കേട്ടോ. ആ ഒരു പ്ലീറ്റ്സിനൊരു ഭംഗി കിട്ടും. നമ്മളത് പ്ലീറ്റ്സ് തേച്ച് മടക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് അയൺ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേക്ക് നല്ല റൗണ്ടായിട്ട് കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടും. അത് ആ ഒരു ബേസ് മെറ്റീരിയലും പിന്നെ നമുക്ക് ഇത്രയും ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ഒരു ബോർഡറും കൂടെ വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ലുക്ക് നമുക്കിനകത്ത് കിട്ടുന്നത്. മെഷീൻ എംബ്രോയിഡറിയിലാണ് ചെയ്തിരിക്കുന്നത്. പവലോം ബേസ് ഫാബ്രിക്, നീറ്റ്ലി ഫിനിഷ്ഡ് ആണ് ഇൻസൈഡ് പോർഷൻസ് ഒക്കെ. പിന്നെ നമുക്ക് അൺഈവൻ ആയിട്ട് ആ ഒരു ഷേപ്പ് സ്കാലപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് അങ്ങനെ ഫോൾഡ് ചെയ്ത് മറിഞ്ഞു പോകുന്ന ഒന്നുമില്ല കേട്ടോ. സ്റ്റിഫറായിട്ട് അത്യാവശ്യം നല്ല ഒരു സ്റ്റെബിലിറ്റിയിലാണ് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഇസ് 3499. അപ്പോൾ ഡോള സിൽക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിൽ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് റണ്ണിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് സ്ലീവിന് കൊടുക്കാൻ പാകത്തിന് ഇത്രയും ഒരു വിഡ്ത്തിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മെറൂണിൻ്റെയും പിങ്കും ബ്രൗൺ ബേജ് പിന്നെ ഒലിവ് ഗ്രീനിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് ആ ഫ്ലോറൽസ് വരുന്നതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷനാണ്. ഇച്ചിരി റെയറാണ് ആ ഒരു ബ്രൗണിൻ്റെ കൂടെ ആ ഒരു റെഡും പിങ്കുമായിട്ടുള്ള കോമ്പിനേഷൻസൊക്കെ വരുന്നത്. RP450 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ കളർ കോമ്പിനേഷൻസ് കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് കമൻസ് വഴിയോ വാട്സാപ്പ് വഴിയോ ഒക്കെ അറിയിക്കാം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഇപ്പോൾ നമ്മളിത് ബ്ലാക്കിൽ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വി ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആസ് വെൽ. സോ ചെക്ക് ഇറ്റ് ഔട്ട്.